ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. ഈശോ ഒരു ഉപമ ഇപ്രകാരം പറയുന്നുണ്ട്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 33 തിരുവചനം. മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. ഈ വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടതെല്ലാം ചെയ്തു. ചുറ്റും വേലി, മുന്തിരിച്ചക്ക്, ഗോപുരമെല്ലാം. ഈ മുന്തിരി ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടതെല്ലാം ചെയ്തിട്ട് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോയി. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അറിയാം, കൃഷിക്കാർ യജമാൻ്റെ മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല, അവർ ശിക്ഷിക്കപ്പെടുക. നിന്റെ ജീവിതത്തിലേക്ക് ഇതിനൊന്ന് എടുക്കുകയാണെങ്കിൽ, നിന്റെ ജീവിതത്തിന് വേണ്ടതെല്ലാം നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിനും ചെയ്തു വച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തു വച്ചിട്ടുണ്ട്. ഇനി വരുന്നത് എന്താണെന്നറിയാവോ? അത് ഫലം തേടിയുള്ള ഒരു വരവാണ്. ഈശോ വരും, ലിസ്റ്റ് എടുക്കും, എന്ത് ഫലം ഉണ്ടാകും. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കണ്ണി സോപ്പിടാന്നുള്ളതല്ല, തന്നതിനനുസരിച്ച് ഒരു ഫലം ദൈവം ആവശ്യപ്പെടും. അപ്പോൾ കൊടുക്കാൻ നിന്റെ കയ്യിൽ അത്രത്തോളം ഉണ്ടാകുമോ? ദൈവം പറയുമോ മിടുക്കൻ മിടുക്കി? അതാകട്ടെ ഇന്നത്തെ നിന്റെ ധ്യാനം. നൽകപ്പെട്ടിരിക്കുന്നതിനെ ഒന്ന് പുനഃപരിശോധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോ, നീ നൽകിയ നന്മകൾക്കെല്ലാം അനുസൃതമായിട്ട് ധാരാളം ഫലം ചൂടുവാനായിട്ട്, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും ഈ വ്യക്തിക്ക്, കുടുംബത്തിനെല്ലാം സംരക്ഷണം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.